പി.വി. നമുക്ക് ചോദിക്കാം. UDF-ന് അനുകൂലമായ എക്സിറ്റ് ഫലങ്ങൾ വരുമ്പോൾ പോലും ബേപ്പൂരിൽ നേരിയ മുൻതൂക്കം LDF-നാണ് സർവേകൾ നൽകുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് അത്രയേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ബേപ്പൂരിലും കേരളത്തിലും നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് നല്ല പ്രയാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടന്നിട്ടുള്ളത്. ബേപ്പൂരിൽ നല്ല വോട്ടിന് ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു യാതൊരു തർക്കവുമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന കണക്കുകൾ, പാർട്ടിക്ക് കിട്ടുന്ന കണക്കുകൾ, അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ആളുകൾ പറയുമ്പോഴുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും അവർക്ക് തുറന്നു പറയാൻ കഴിയില്ല. തുറന്നു പറയായികയാണ് ഇപ്പോൾ ഒരു നേരിയ മുൻതൂക്കം. മുമ്പ് ഒരു സാധ്യതയില്ല. 29,000 വോട്ടിൽ നിന്നാണ് നേരിയ മുൻതൂക്കത്തിലേക്ക് വരുന്നത്. വലിയ അടിയൊഴുക്ക് ബേപ്പൂരിൽ, വലിയ ഡബിൾ അടിയൊഴുക്കാണ്. കേരളത്തിലൊട്ടാകെ അടിയൊഴുക്കുണ്ട്. സഖാക്കളിലെ വലിയൊരു വിഭാഗം, ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ള മതേതരവാദികളായിട്ടുള്ള വലിയ ജനസമൂഹം വളരെ കൃത്യമായിട്ട്, വളരെ മൗനമായിട്ട് അവർ കേരളത്തിലുടനീളം വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് കൊടുത്ത എൻ്റെ പേഴ്സണൽ സർവേ, നമ്മൾ ആരെയും വെച്ച് സർവേ ചെയ്തല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ 86 സീറ്റിന് UDF പരിപൂർണമായിട്ടും ഷുവറായിട്ടും ജയിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ വന്ന 9 ഈ സർവേ ഫലങ്ങളും എന്താ പറയുന്നത്, ഏകദേശം 85 സീറ്റാണ്. ഞാൻ 86 സീറ്റാണ് പറഞ്ഞു, പ്ലസ് 23 സീറ്റ് ചാൻസാണ്. ആ 23 സീറ്റിലൊരു 13-14 സീറ്റ് ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പിണറായിസത്തിനെതിരായ ഒരു പോരാട്ടമാണ് താങ്കൾ ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫലങ്ങൾ വരുമ്പോൾ അത് പിണറായിസത്തിനെതിരായ ഒരു മറുപടി ആയിട്ടാണോ? അല്ല, തീർച്ചയായിട്ടും. അതല്ലാതെ ഇവിടെ എന്താണ്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കുന്നത് പിണറായിക്കെതിരെയാണ്. അദ്ദേഹത്തിൻ്റെ മാറ്റത്തിനെതിരെയാണ്, അദ്ദേഹത്തിൻ്റെ ധിക്കാരത്തിനെതിരെയാണ്, അദ്ദേഹത്തിൻ്റെ അമിത അധികാരത്തിനെതിരെയാണ്. അദ്ദേഹം നടത്തിയ, ഞാൻ ഈ പറയുന്ന മരുമോനിസം, കുടുംബാധിപത്യം, പാർട്ടിയെ തകർത്ത് കളഞ്ഞില്ലേ. പാർട്ടിയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് രംഗത്ത് വരാൻ കഴിയാത്ത വിധത്തിലുള്ള അപ്രമാദിത്വം ഉണ്ടാക്കി. ഇപ്പോൾ കണ്ണൂരിൽ നിങ്ങൾ നോക്കൂ, കണ്ണൂരിലെ പാർട്ടി നയിച്ചത് അവിടുത്തെ 3 ജയരാജന്മാരാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിലില്ല. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ എളമരം കരീമില്ല, മോഹൻ മാഷില്ല, പ്രദീപ് കുമാറില്ല, VKCക്കൊന്നും മിണ്ടാൻ ഗതിയില്ല. എല്ലാ ജില്ലകളിലും ജില്ലകൾ നമുക്ക് ഏറ്റവും കൂടുതൽ LDF തിരിച്ചറിയേണ്ട ജില്ലയായിട്ട് കണക്കാക്കുന്നത് പിന്നെ കോഴിക്കോടാണ്. അല്ല, കോഴിക്കോട് തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മലബാറിലെ മൊത്തത്തിലുള്ള ഈ 5 ജില്ലകളുടെയും, പാലക്കാട് ഒഴികെയുള്ള 5 ജില്ലകളുടെയും പാർട്ടിയുടെ ഇലക്ഷൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളായിരുന്നു മുഹമ്മദ് റിയാസ് മന്ത്രി. പണം ഉള്ളിയുടെ കയ്യിലുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സോഷ്യൽ മീഡിയ, അതിൻ്റെ പ്രചരണം എല്ലാം അദ്ദേഹം ഏറ്റെടുത്തത്. പക്ഷേ ബേപ്പൂരിൽ ഞാൻ വന്നിറങ്ങിയതിന് ശേഷം ജനുവരി അവസാനത്തോട് കൂടിയിട്ട് അദ്ദേഹം ഈ 5 ജില്ലയുടെയും ചാർജ് ഒഴിഞ്ഞു, 4 ജില്ലയുടെയും ചാർജ് ഒഴിഞ്ഞു. കോഴിക്കോട് മാത്രമാണ് നിലനിർത്തിയിരുന്നത്. പക്ഷേ അവസാനം കോഴിക്കോടും ഒഴിഞ്ഞു. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എന്ത് സംഭവിച്ചു? ഇവർ ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ സ്ട്രാറ്റജികളും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. സോഷ്യൽ മീഡിയ പരിപൂർണമായും തകർന്നു, പ്രചരണ രംഗത്ത് തകർന്നു, സ്റ്റേറ്റിൽ നിന്നുള്ള ലീഡേഴ്സിനെ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. കാരണം ആരും വേണ്ട, ഞാൻ തന്നെ മതി, ഈ ജില്ലയൊക്കെ ഞാൻ കൈകാര്യം ചെയ്യും. കാരണം ബേപ്പൂരിലേക്ക് അദ്ദേഹത്തിന് വരണ്ടല്ലോ. കാരണം ബേപ്പൂരൊക്കെ 10-30,000 വോട്ടുണ്ട്, പിന്നെ അത്രയും പ്രസിദ്ധനായ നേതാവാണെന്ന് സ്വയം തോന്നുന്നു. അപ്പോൾ ബേപ്പൂരിലേക്ക് പോകണ്ട, ഈ 5 ജില്ലയും ഞാൻ മാനേജ് ചെയ്യും. കോഴിക്കോട് പ്രത്യേകിച്ചു അത് തകർന്ന് തരിപ്പണായി. കോഴിക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ മറ്റു മണ്ഡലങ്ങൾ. കോഴിക്കോട് UDF-ന് വന്ന ഈ അപ്രമാദിത്വത്തിൻ്റെ പ്രധാന കാരണം CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് മെഷീനറി തകർന്നുപോയി. ആ തകരാനുള്ള കാരണം അതിൻ്റെ നേതാവായി ചുക്കാൻ പിടിച്ചിരുന്ന ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന് ബേപ്പൂരിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സൗത്തും നോർത്തും ക്രോസ് ചെയ്തിട്ട് വേണം വരാൻ. ആ നോർത്തിലും സൗത്തിലും പോലും ഒരു യോഗത്തിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാനില്ല. ആ രീതിയിൽ ബേപ്പൂരിൽ എനിക്കത് കെട്ടിയിടാൻ സാധിച്ചു. ഞാൻ ലക്ഷ്യം വെച്ചിരുന്ന ലക്ഷ്യങ്ങൾ ആ കാര്യത്തിൽ എനിക്ക് പൂർത്തിയായിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് മലബാറിലൊട്ടാകുന്നുണ്ട്. പിണറായിസം അത് തന്നെയാണ് കേരളത്തിലെ ചർച്ച. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബാധിപത്യം, മരുമകന് കൊടുത്ത അപ്രമാദിത്വം പാർട്ടിക്കുള്ളിലും ഗവൺമെൻറ്റിലും, അത് സഖാക്കളെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതല്ല. ഇനിയും ആ കുടുംബത്തിൻ്റെ കയ്യിൽ ഭരണമേൽപ്പിച്ചാൽ പശ്ചിമ ബംഗാളിന് തുല്യമാകും കേരളം എന്ന തിരിച്ചറിവ് ഇവിടുത്തെ സഖാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ നോക്കിയാൽ കാണില്ല, അവർ മിണ്ടൂല, പുറത്ത് പറയില്ല. അവരുടെ പ്രവർത്തനം തന്നെ നിങ്ങൾ കേരളം ഒട്ടാകെ പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ബേപ്പൂരിൽ തന്നെ സാധാരണ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ 3-4 തവണ വീട് കയറുന്നതാണ്. നമ്മുടെ അന്വേഷണത്തിൽ ആവറേജ് 1 തവണയേ പോയിട്ടുള്ളൂ. എന്താ കാരണം? പ്രവർത്തകർ മടുത്തു. അത് ബേപ്പൂരിലെ മാത്രം വിഷയമല്ല, കേരളത്തിലൊട്ടാകെ ഈ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് CPM-ൻ്റെ സജീവ പ്രവർത്തകർ, എലക്ഷനെ നയിക്കുന്ന കുറച്ച് പ്രവർത്തകരുണ്ടാവും സ്റ്റേറ്റിലൊട്ടാകെ.
ആ പ്രവർത്തകർ മാനസികമായി അങ്ങേയറ്റം ഡൗൺ ആയിരുന്നു. ഇവിടെ വരാൻ പോകുന്ന പിണറായിസത്തിനുള്ള തിരിച്ചടി എന്ന് പറയുന്നത് സഖാക്കളും ഇടതുപക്ഷ അനുഭാവികളും തിരിച്ച് മൗനമായി വോട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു തരംഗമുണ്ട്.